ഈ ചിരിയൊക്കെ സത്യം പറഞ്ഞ വെറുതെ ലൈഫ് ഫുള്ള് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ റിക്കവറി ചാൻസ് ഒന്നും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. റിക്കവറി ചാൻസ് ഒന്നും ഇല്ലാന്ന് തന്നെ അവര് പറഞ്ഞത്. നമ്മളെ അറിയാവുന്ന ഒരു പുള്ളി ഇതുപോലെ വന്നിട്ട് പറഞ്ഞു, ഇതേപോലെ ഇതിന് കുഴപ്പമൊന്നുമില്ല, ഇതിന് 3 മാസത്തിനുള്ളിൽ നമുക്ക് നടക്കാൻ പറ്റും. ഞാൻ നോക്കുമ്പോ ഇതിലെ കൂടെ ഒക്കെ ട്യൂബ് ഇട്ട് ചോരയാ. മുഖം നോക്കാനേ പറ്റുന്നില്ല. എന്നെ നടത്തും എന്നുള്ളൊരു കോൺഫിഡൻസോടെ അവര് എന്ത് കോൺഫിഡൻസോടെ പറയുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ ആ കിടപ്പ് തന്നെ കിടക്കുക. ഈ വണ്ടി എടുക്കണം എന്നുള്ളൊരു സന്തോഷം ഇങ്ങനെ മനസ്സിൽ കയറിയിട്ട് ആ വെല്ലൂര് പോയി കഴിഞ്ഞിട്ടാണ് ഞാന് ഇപ്പൊ കറന്റ്ലി കാണുന്ന പോലെ ഇരിക്കുന്നത്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ആക്ച്വലി ഈ ടോപ്പിക്ക് സംസാരിക്കാൻ നമ്മളെ രണ്ടുപേരും അത്ര ഹാപ്പി അല്ല അല്ലേ? അത്ര ഹാപ്പി അല്ല എന്നുവെച്ചാൽ ഈ ഒരു ഇഷ്യൂ കാരണമാണ് ലൈഫ് ചേഞ്ച് ആയത്, കംപ്ലീറ്റ് ചേഞ്ച് ആയത്. സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ആക്സിഡന്റിന്റെ കാര്യമാണ്. കുറെ പേര് എന്തൊക്കെ ചോദിച്ചത്, ആക്സിഡന്റ് എങ്ങനെയായിരുന്നു സംഭവിച്ചത്, ആ 3 മാസത്തെ ഫസ്റ്റ് ഞാൻ വ്ളോഗിലിട്ടപ്പോൾ ആദ്യത്തെ ആ 3 മാസം എന്തായിരുന്നു സംഭവിച്ചത്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ തിരുവല്ല മഞ്ഞാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നത്. മോർ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ ഞാൻ അമ്മയെ ഡ്രോപ്പ് ചെയ്യാൻ പോകാറുള്ളത്. ഇടയ്ക്ക് എൻ്റെ അച്ഛൻ ഡ്രോപ്പ് ചെയ്യാൻ പോകാറുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ അവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്. അപ്പോൾ ആ റെയിൽവേ ക്രോസ് അടച്ചിടാറാ ആ ഒരു ടൈമിൽ പോകുമ്പോൾ അടച്ചിടും. ചില സമയങ്ങളിൽ മാത്രമുള്ള അത് തുറന്നിരിക്കുന്നത്. അപ്പോൾ അടച്ചിടുമ്പോൾ അമ്മയ്ക്ക് പോകേണ്ട ധൃതി കൊണ്ട് അമ്മ എപ്പോഴും എന്തൊക്കെ പറയും, ഇവിടെ വിട്ടാൽ മതി, ഞാൻ നടന്നു നോക്കോളാം. ആ ട്രാക്കിൻ്റെ അവിടുന്ന് 100 മീറ്ററേ ഉള്ളൂ, ഒന്ന് നടന്നു നോക്കോളാം എന്ന് പറയും. പക്ഷെ അന്ന് ആ ട്രാക്ക് അടച്ചില്ല. എന്നുവെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് മിക്കപ്പോഴും അത് അടച്ചിടുന്നത്. അന്ന് ആ ട്രാക്ക് അടച്ചിട്ടില്ല. അന്ന് ആ ട്രാക്ക് അടച്ചിടാണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയി. ഒരു വളവിനായിരുന്നു, ഒരു പ്രൈവറ്റ് ബസ്സായിട്ട് ഇടിക്കുമായിരുന്നു. പ്രൈവറ്റ് ബസ്സായിട്ട് ഇടിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു മൊമെന്റ് ഒന്നും ഓർമ്മയില്ല. അതിനെപ്പറ്റി ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്താ സംഭവിച്ചേ, എങ്ങനെ ഇടിച്ചതിന്റെ ഫോട്ടോ ഞാൻ എന്തായാലും ഇതിനകത്ത് കാണിക്കാം. പക്ഷെ എന്താണ് എങ്ങനെയാ സംഭവിച്ചത് ഒന്നും എനിക്ക് ഇതുവരെ അറിയത്തില്ല. എന്ന് വെച്ചാൽ വെളുപ്പിന് 6 മണിയായിരുന്നു. അപ്പോൾ ആൾക്കാരും ഇല്ല, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് എന്താണെന്ന് അറിയാനായിട്ട് ആൾക്കാരും ഇല്ല. ആ ഒരു ഇതായിരുന്നു. പിന്നെ അവിടെ നിന്ന് ആക്സിഡന്റ് ആയി നേരെ പുഷ്പഗിരി, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ അടുത്ത് തന്നെയാണ്. അവിടുന്ന് അടുത്ത് തന്നെ പുഷ്പഗിരി മെഡിക്കൽ കോളേജ്. അപ്പൊ അങ്ങോട്ട് പോയി. അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോയി. എങ്ങനെ കൊണ്ടുപോയി, ആര് കൊണ്ടുപോയി ഒന്നും അറിയത്തില്ല. കൊണ്ടുപോയി കഴിഞ്ഞ് അപ്പോഴും എനിക്ക് ബോധം ആക്ച്വലി ബോധമുണ്ടല്ലേ, ബോധമുണ്ട്. പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല. എന്റെ കൂട്ടുകാർ നടന്ന കാര്യങ്ങളൊന്നും ഇപ്പം അറിയത്തില്ല. ഇപ്പോഴും എനിക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് 4 ദിവസം എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് പുഷ്പഗിരി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എനിക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി, എന്റെ കംപ്രസ്ഡ് ആയി പോയി സ്പൈനൽ കോഡ്. D3-D4 ലെവൽ ഇഞ്ചുറി. പിന്നെ സ്കാപ്പുല ഫ്രാക്ചർ ഉണ്ടായിരുന്നു. കൈക്ക് നല്ല അനക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കൈക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അത് വേണ്ട, അത് റെഡി ആയിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം അവിടെ പിന്നെ കോട്ടയത്ത് വെച്ചായിരുന്നു. പിന്നെ ഇവിടെ എല്ലാം കോട്ടയത്ത് വെച്ചായിരുന്നു. പെൽവിക്ക് അല്ല ഫസ്റ്റ് കൊണ്ടുപോയത് അവിടെ ഒരു ഫസ്റ്റ് ആയിട്ട് അടുത്തുള്ള അവിടെ ആക്സിഡന്റ് നടന്ന സ്ഥലത്തിന്റെ അടുത്താ പുഷ്പഗിരി ഹോസ്പിറ്റല്. അപ്പൊ അവിടുന്ന് ഡയറക്റ്റ് അങ്ങോട്ട് കൊണ്ടുപോയതാ. എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്റ്റിച്ചും കാര്യങ്ങളും എന്ന് പറഞ്ഞാ ഇവിടുന്ന് എന്റെ ഇവിടെ മൂക്കിന്റെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഒരുപാട് മീശ ഉള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടുന്ന് ഇങ്ങനെ മീശ കൊണ്ട് കളയാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഇത്രയും ഇല്ല മീശ, ഇവിടുന്ന് ഇത്ര ഇങ്ങനെ മുറിഞ്ഞു പോയായിരുന്നു. അത് പിന്നെ എല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചതാ. എനിക്ക് അതും
ഇവിടെ പെൽവിക്കിന്റെ അവിടെ Pelvic പെൽവിക് fracture. ഫ്രാക്ചർ ഉണ്ടായിരുന്നു, ലിവർ ഇഞ്ചുറി ലിവറിന് ഇഞ്ചുറി ഉണ്ടായിരുന്നു, ഇത്രയൊക്കെ പ്രശ്നമാണ്. പിന്നെ അമ്മയ്ക്ക് കാലിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇംപ്ലാന്റ് ഇട്ടേക്കുക, അമ്മയ്ക്ക് കാലിന് ഇംപ്ലാന്റ് ഇട്ടേക്കുക, അമ്മയുടെ ഫേസ് കംപ്ലീറ്റ് ഒരഞ്ഞ് നാശമൊക്കെ ആയി, ആരാന്നൂലും അറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു. അതൊക്കെ റെഡിയായി. അത് കഴിഞ്ഞ് നേരെ ഞങ്ങളെ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അവിടെ ഓൾമോസ്റ്റ് ഒരു മാസം എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ആ ലിവർ ഇഞ്ചുറി ഉള്ളതുകൊണ്ട് നമുക്ക് സർജറി ചെയ്യാൻ പറ്റത്തില്ല. ലിവർ ഇഞ്ചുറി അത് ഗ്രേഡ് 4 ഇഞ്ചുറി, അത്യാവശ്യം നല്ല ഇഞ്ചുറിയാണ്. അപ്പം അത് ഇഞ്ചുറി ചെയ്ത അനസ്തീഷ്യ കൊടുത്താൽ ഇഷ്യൂ ആവാം, സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ആവാം, അങ്ങനെ റിസ്ക് ആയതുകൊണ്ട് ലിവർ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓൾമോസ്റ്റ് റെഡി ആയിട്ടേ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ലിവർ ഓക്കെ അതിന് 4 ദിവസം ICUല്, 4 ദിവസം ഫസ്റ്റ് ICUലായിരുന്നു ഞാൻ. 4 ദിവസം ഇറങ്ങിയിട്ടേ ഇല്ല, 4 ദിവസം ICUലായിരുന്നു. അത് കഴിഞ്ഞ് ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയായി കഴിഞ്ഞപ്പോഴത്തേന് അതിനെ ICUന്ന് വെളിയിൽ ഇറക്കി. 4 ദിവസം എനിക്ക് ഓർമ്മയില്ല, ബോധവും ഇല്ല, ഒന്നുമില്ല. കഴിക്കാൻ ഇടയ്ക്ക് കൊണ്ട് തരുന്നതായിട്ട് അല്ലാണ്ട് എനിക്ക് ഒരു ഇതും ഇല്ല. അവിടെയും കുറേ ഇതൊക്കെയുണ്ട്, കഴിക്കാൻ കൊണ്ട് തരുന്നത് മാത്രമല്ലാണ്ട് വേറെ എനിക്കൊന്നുമില്ല. സത്യം പറഞ്ഞാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ICUയിൽ എനിക്ക് അത്യാവശ്യം നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയത്, അല്ല നല്ലതായിട്ട് എന്നെ ട്രീറ്റ് ചെയ്തു. പക്ഷെ ചില ഇൻസിഡന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ICU കിടന്ന് കരയുമ്പോൾ ഡോക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു, വേദനിക്കുന്നു, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴും എനിക്ക് അറിയത്തില്ല എനിക്ക് എന്തോ സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കിടക്കുക, എനിക്ക് എണ്ണിക്കാൻ പറ്റുന്നില്ല, എന്തോ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിക്കുന്നു, ഡോക്ടർ എനിക്ക് പറ്റി, എനിക്ക് എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ ഡോക്ടർ പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ, അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഭയങ്കര വിഷമം. അപ്പോഴേ ഞാൻ ഭയങ്കര കരഞ്ഞോണ്ടാണ് ഞാൻ വിളിക്കുന്നത്, ഇപ്പം എന്നെ മൈൻഡ് ചെയ്യാണ്ട് പോകുന്നതും. അങ്ങനെ ICUന്ന് ഇറക്കി വാർഡിലായി കഴിഞ്ഞ് റൗണ്ട്സിന് വരാൻ നേരം ഡോക്ടറെ ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും എനിക്ക് ഞാൻ ഒട്ടും ഓക്കെ അല്ല. എനിക്ക് അവിടെ വേദന ഇവിടെ വേദന എല്ലായിടം എന്ന് വെച്ചാൽ ഇത്രയും ഭാഗത്തേ ഉള്ളു വേദന. ഗൈസ് എനിക്ക് ആക്ച്വലി ഇതിന് താഴോട്ട് എനിക്ക് നെഞ്ചിന് താഴോട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല. നോ സെൻസേഷൻ, നോ മൂവ്മെന്റ്സ്, ഇടയ്ക്ക് സ്പാസം പോലെ വരും. അതൊക്കെ ഞാൻ പറയാം എന്താണെന്ന്. അങ്ങനെയാണ് എൻ്റെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ. അപ്പോൾ എനിക്കിവിടെ വേദന, കൈക്ക് പിടിക്കുമ്പോഴൊക്കെ വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന, സ്കാപ്പുലർ ഫ്രാക്ചർ ഉള്ളതുകൊണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു ICU തന്നെ കയറ്റിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ICU കയറ്റി. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പെയിനൊക്കെ ഓക്കെ എന്നുള്ള ഒരു ലെവലായപ്പോൾ പിന്നെ ICUന്ന് വാർഡിലോട്ട് മാറ്റി. അങ്ങനെ കുറേ നാൾ കിടന്നിട്ടാണ് പിന്നെ എന്നെ സർജറിക്ക് കയറ്റുന്നത്. സർജറിക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ മാമന്മാരും അപ്പച്ചിമാരും ഇവളുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. ആ സംഭവം അവിടെ നിന്ന് എനിക്ക് ഒന്നും ഓർമ്മയില്ല. അച്ഛനും അമ്മയും ഞാനും ഒന്നും ഇല്ലായിരുന്നു സർജറി സമയത്ത്. സർജറിക്ക് മുന്നേ ആയിരുന്നു വന്നത്. സർജറി കഴിഞ്ഞിട്ടാ വന്നതല്ലേ? സർജറി കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഇവൻ പറഞ്ഞത് എനിക്ക് അവളെ കാണണം. സർജറി കഴിഞ്ഞ് ഇറങ്ങി കണ്ടപ്പോഴേ പറഞ്ഞു എനിക്ക് അവളെ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വന്ന സമയത്ത് നേരെ ICU കയറ്റി. എന്നിട്ട് നേരെ പിറ്റേ ദിവസം രാവിലെ ഫുഡ് കൊടുക്കാൻ കയറുന്ന ഞാനായിരുന്നു. അത് അപ്പം അങ്ങനെ ഞാൻ സർജറി കഴിഞ്ഞിട്ട് ഇറങ്ങി. ഈ സ്കാപ്പുലർ ഫ്രാക്ചർ ഉള്ളപ്പോൾ എനിക്ക് വേദന ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അടുത്ത് ഇങ്ങനെ ബെഡിൽ തൊടുമ്പോഴേ എനിക്ക് വേദന, എനിക്ക് അനങ്ങാൻ പറ്റുന്നത്. അതുപോലെ ഞാൻ വേദനയായിരുന്നു. പക്ഷെ ഈ സർജറികൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും പറ്റാണ്ടായിപ്പോയി. എന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്ന ബാക്കിലാ സർജറി ചെയ്തത്, നേരെ നെഞ്ചിന്റെ ബാക്കിലായിട്ട് സർജറി ചെയ്തത്. അപ്പോൾ കിടക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ട്, ഈ സക്ഷൻ ചെയ്യാനായിട്ട്, ബ്ലഡ് സക്ഷൻ ചെയ്ത് ഇതാനായിട്ട് ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും അത്യാവശ്യം ഈ ഒരു തിക്നെസ്സിലുള്ള, അപ്പോൾ അതും എൻ്റെ പുറത്ത്. അപ്പം ഞാനിങ്ങനെ ചാരി കിടക്കുക. എനിക്ക് ആ സർജറി അത്രയും ഭാഗം എനിക്ക് അറിയാൻ പറ്റുന്നത് വേദന. ആ വേദന ഉള്ള ഭാഗത്ത് ഇങ്ങനെ അമങ്ങി കിടക്കുകയും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമുക്കിപ്പോൾ ഒരു മുറിവുണ്ടെങ്കിൽ അവിടെ അമക്കുവാണെങ്കിൽ എന്തോരം വേദന ഉണ്ടാവുമെന്ന്. അപ്പോൾ സർജറി ചെയ്തെടുത്ത് അമങ്ങി കിടക്കേണ്ട ഒരവസ്ഥയും വേറെ നിവർത്തിയില്ല. അങ്ങനെ കിടന്ന് അതൊട്ടും പറ്റാതെ
എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വേദന 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 എന്നുള്ള എപ്പോഴും വേദന വേദന പറഞ്ഞിട്ട് സിസ്റ്റർമാരെയൊക്കെ വിളിച്ച് അലറി കൂവി അങ്ങനെ അങ്ങനെ കുറെ അവസ്ഥയൊക്കെ ആയിട്ട് അപ്പോഴാണ് പിന്നാണ് അവള് നീ എന്നെ കാണാൻ വരുന്നത് ഐസിയില്. അതിന് മുന്നേ കാണാൻ വന്നിട്ട് അതിനു മുന്നേ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അതിന് മുന്നേ മറ്റേ ഈ വാടി കിടന്ന സമയത്തൊക്കെ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അവളും അച്ഛനോടൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴും എനിക്ക് സത്യം പറഞ്ഞ അതിനു മുന്നേ വരെ ഞാനും അവളുടെ അച്ഛനും തമ്മിൽ അങ്ങനെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ അപ്പൊ ആക്സിഡന്റിന് 2-3 അതായത് ഒരു രണ്ടാഴ്ചക്ക് മുന്നോട്ട് ഏകദേശം വീട്ടിൽ നിന്നും 2 വീട്ടുകാരും കുഴപ്പമില്ല, എൻഗേജ്മെന്റ് ഒക്കെ നടത്താം എന്നുള്ളൊരു രീതിയിൽ. ഒന്നാമത്തെ കാര്യം നമുക്ക് 2 പേർക്ക് ഈ ഒരു സബ്ജക്റ്റോട് പറയാൻ ഒട്ടും താല്പര്യമില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് കരയരുത് എന്നിട്ട് അല്ല എന്ന് വെച്ചാ ഇവര് ആക്സിഡന്റ് പറ്റുന്നതിന് കുറച്ച് ദിവസം മുന്നേ എന്താ വീഗാലാൻഡിൽ എങ്ങാണ്ട് പോകുന്നുണ്ടായിരുന്നു. വീഗാലാൻഡിൽ പോകാനപ്പോ എൻ്റെ അടുക്ക് മിണ്ടാത്ത ഒരാളായിരുന്നു ഇവളുടെ അച്ഛൻ. അപ്പൊ എൻ്റെ അടുക്ക് ചോദിച്ചു വരുന്നോന്നൊക്കെ ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചപ്പോ ഭയങ്കര സന്തോഷം. എന്നാ ചെല്ലണമെന്നൊരു പേടിയും പഴയ വൈരാഗ്യം വെച്ചല്ലോ ഇടിക്കുമെന്നൊരു പേടിയും. അപ്പോൾ അങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയി. ഒന്നും കൂടാതെ ഈ ആക്സിഡന്റ് പറ്റുന്നതിന്റെ തലേ ദിവസം എനിക്ക് ആക്സിഡന്റ് പറ്റുന്നത് ഡിസംബർ 9-ാം തീയതി 2023 ഡിസംബർ 9-ാം തീയതി. 8-ാം തീയതി ഞാൻ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോളോ GT. അപ്പൊ പോളോയ്ക്ക് ഞാൻ പോയി അഡ്വാൻസ് ഒക്കെ കൊടുത്തപ്പോ ഭയങ്കര സന്തോഷം. എനിക്ക് ആ വണ്ടി എടുക്കണം എന്നുള്ളൊരു സന്തോഷം ഇങ്ങനെ മനസ്സിൽ കയറിയിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കിട്ടുക. ആ ഒരു സന്തോഷവും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് ഉറങ്ങിയതായിരിക്കും. എനിക്കൊന്നും അറിയത്തില്ല. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അന്ന് തന്നെ കാർ കിട്ടിയില്ല. അതിന് മുന്നേ കാറിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ആ ഒരു ഇതൊക്കെയായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. എനിക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് നീ അറിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? നീ എങ്ങനെ അറിഞ്ഞതും? ഇതുപോലെ വണ്ടി എടുക്കുന്നതിന്റെ തലേദിവസം അല്ല, ആക്സിഡന്റ് പറ്റുന്നതിന്റെ തലേദിവസം ഇതേപോലെ വിളിച്ചു നമ്മളെപ്പോഴും സംസാരിക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫോണിൽ വിളിച്ച് സംസാരിക്കും. അപ്പം ഒരു കറക്റ്റ് ഒരാഴ്ചക്ക് മുന്നേ രാവിലെ എന്നും വിളിക്കും. പുഷ്പഗിരി പോകുന്ന സമയത്താണെങ്കിലും അമ്മേനെ കൊണ്ടുവിടുന്ന അത്യാവശ്യം ഇച്ചിരി വെളുപ്പിന് ഒരു 6 മണി ആ ഒരു സമയത്തൊക്കെ. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് വിളിക്കും. അപ്പൊ ഞാൻ ഉറക്കമായിരിക്കും. എനിക്ക് ഉറക്കം എണ്ണിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ വിളിക്കുമ്പോ ഞാൻ ലാസ്റ്റ് ഒരു ദിവസം അടിയമ്മന്ന് കുഞ്ഞിനെ രാവിലെ വിളിക്കരുത്, എനിക്ക് ഉറക്കം പോയി കഴിഞ്ഞപ്പോ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഇവന് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ അന്ന് ഇതേപോലെ ഫോൺ എടുത്തു, പക്ഷെ എന്നെ വിളിച്ചില്ല. തലേദിവസം ഇതേപോലെ നമ്മൾ ഒരു അടിയായിട്ടാ കിടന്നത്. ഈ പോളോ ജിറ്റിയുടെ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതേപോലെ അനിയത്തെ എങ്ങാണ്ട് വിളിച്ചപ്പം ഞാനങ്ങ് ഫോൺ കട്ട് ചെയ്തു. അവൻ സംസാരിച്ചോട്ടെ, അനിയത്തിയെ സംസാരിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി എന്നുള്ള രീതി കട്ട് ചെയ്തു. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് വന്നു, നിനക്ക് ഇച്ചിരി വെയിറ്റ് ചെയ്താൽ എന്താന്നൊക്കെ പറഞ്ഞിട്ട് പിണങ്ങി ഞാൻ കിടന്നു. അപ്പൊ നമ്മളത് കുഴപ്പമില്ല ആ ഒരു രീതിയിൽ പിറ്റേ ദിവസം എണീക്കുമ്പോ സംസാരിക്കുക എന്നുള്ള രീതിയിലാണ് കിടന്നത്. പിറ്റേ ദിവസം ഞാൻ രാവിലെ എണീറ്റപ്പോഴും കോളൊന്നും കണ്ടില്ല, മെസ്സേജ് ഒന്നും കണ്ടില്ല. അപ്പൊ ഞാൻ ഓർത്തിന് അന്നത്തെ തലേദിവസത്തെ വഴക്കിന്റെ എന്തെങ്കിലും ഇതിലായിരിക്കും. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇവിടെ എന്താ മെസ്സേജ് ഒന്നും അയക്കാത്തെന്നൊക്കെ പറഞ്ഞോണ്ട് അയച്ചു. വിളിച്ചപ്പോഴും എടുക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തിന് ഫോൺ വല്ലതും വീട്ടിൽ വെച്ചിട്ട് വല്ലതും ആയിരിക്കും പോയേക്കുന്നത്. കുറച്ചു ദിവസം ആയായിരുന്നു പുഷ്പഗിരി പോയിട്ട്. ലീവിലായിരുന്നു വണ്ടി തിരയില്. അപ്പൊ അങ്ങനൊക്കെ ആയിട്ട് പോയിട്ട് കുറെ നാളായിരുന്നു. അപ്പം രാവിലെ എണ്ണീറ്റ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് ടെൻഷനായി. കാര്യം അവൻ അത്രയും നേരം വിളിക്കാതിരിക്കത്തില്ല. അപ്പോഴെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളെ ഞാനിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ദേഷ്യമായിരിക്കും എന്നെ വിളിച്ചില്ല ഇതുവരെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ അതിന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിച്ചു അറിയാമോ എന്താ. അപ്പൊ അവരൊന്നും പറഞ്ഞില്ല, വന്നില്ല, അറിയത്തില്ല, വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ അതിന്റെ ഫോണിൽ വിളിക്കുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. അപ്പം എന്റെ ഫ്രണ്ട് ഇതേപോലെ അതിനെ ഒന്ന് വിളിച്ചു നോക്കി. അതെന്ന് പറയുമ്പോഴത്തേന് കുഞ്ഞിന്റെ ഫോണിൽ വിളിച്ചു നോക്കി. കുഞ്ഞിന്റെ ഫോണിൽ വിളിച്ചു നോക്കി കഴിഞ്ഞപ്പം ഒരു അമ്മൂമ്മ എടുത്തത്. അപ്പം അവളോട് കാര്യം പറഞ്ഞു ആക്സിഡന്റ് പറ്റിയത്. അപ്പം
ഇവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി നീ പേടിക്കണ്ട, ഇവക്ക് പേടി, ഇവക്ക് അറിയാൻ നന്നായിട്ട്. അപ്പൊ ഇവളെന്നോട് പറഞ്ഞു ഇതേപോലെ അഖില എന്നാട്ടോ ഫ്രണ്ടിന്റെ പേര്, ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ അവൾ ഇതേപോലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടി നീ പേടിക്കണ്ട, ഒരു ആക്സിഡന്റ് ഇതുപോലെ പറ്റിയിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നീ വെക്ക് എന്ന് പറഞ്ഞിട്ട് അവളെ വെച്ചിട്ട് ഞാൻ വിളിച്ചു. ഒന്നോട്ട് വിളിച്ചപ്പോഴത്തേന് അമ്മൂമ്മ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ചോദിച്ചു അവൻ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇതുപോലെ ആക്സിഡന്റ് പറ്റി. ഞാൻ പറഞ്ഞു ഇപ്പൊ എവിടാന്ന് ചോദിച്ചു. പറഞ്ഞു ഇതുപോലെ ഹോസ്പിറ്റലാന്ന് പറഞ്ഞു, കോട്ടയം ഹോസ്പിറ്റലിലോട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ഞാൻ പറഞ്ഞു എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചപ്പോ അവൻ ഓക്കെ ആണോ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോ അവനാണ് പറ്റിയത്, അവനാണ് ശരിക്കും പറ്റിയത്, അവനെ പറ്റിയിട്ടുള്ളൂ, ഫ്രണ്ടിലത്തെ പല്ലൊക്കെ പോയി. അപ്പോഴും എന്റെ മനസ്സിൽ പല്ലൊക്കെ പൊക്കോട്ടെ ആ ഒരു രീതിയാ, പല്ല് പൊക്കോട്ടെ, അത് ആ ഒരു രീതി. അപ്പം എനിക്ക് തല കറങ്ങും എനിക്ക്. അപ്പൊ ഞാൻ പെട്ടെന്ന് അച്ചാച്ചനെ വിളിച്ചു, എന്റെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ആ സമയത്തൊന്നും നമ്മൾ സമ്മതിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ആ ഒരു രീതിയിലില്ല. അപ്പം കംപ്ലീറ്റ്ലി സമ്മതിച്ചിട്ടില്ല. അപ്പം വിളിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പറഞ്ഞു, അച്ഛച്ച പെട്ടെന്ന് വാ, അവൻ ഇതുപോലെ ഒരു ആക്സിഡന്റ് പറ്റി, പെട്ടെന്ന് വാ, എനിക്ക് കാണണം, എനിക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല, പെട്ടെന്ന് ഓടി വന്നു. ഞാൻ എപ്പോഴത്തേന് ഡ്രസ്സൊക്കെ എങ്ങനെയായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ഞാൻ പിടിച്ചാ നിൽക്കുന്നത്, എനിക്ക് തല കറങ്ങുന്നതിന്റെ ഇടയ്ക്ക് എന്താ പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞോണ്ടിരിക്കും. അച്ഛനും പേടിയാ, ഞങ്ങൾക്ക് അച്ഛൻ കരയുന്നു. അമ്മ ആ സമയത്ത് നാട്ടിലില്ല, അമ്മ വീഡിയോ കോൾ വിളിച്ചിട്ട് പറഞ്ഞു കൊണ്ടുപോകും. ചേട്ടനും വീഡിയോ കോൾ, അവർക്കൊക്കെ പേടിയായിട്ട് അവര് പെട്ടെന്ന് ഇതേപോലെ കാറുണ്ട്, ആ സമയത്ത് കാറിൽ ഇങ്ങനെ പോയി. അപ്പോഴത്തേനും അതിന്റെ ഫ്രണ്ട്സിന് അറിഞ്ഞു, പക്ഷെ എന്നോട് പറഞ്ഞില്ല. അപ്പൊ അവരും പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് അച്ചാച്ചന് ഞാനും അവിടെ ഹോസ്പിറ്റലിൽ പോയി, കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട്. അതിന് മുന്നേ പുഷ്പേരി കൊണ്ടുപോയതൊന്നും ഞാൻ അറിഞ്ഞില്ല. പുഷ്പേരിന്ന് ശരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തത് അവൻ ഇതുപോലെ ഹോസ്പിറ്റലിൽ പോകാതിരുന്നതിന് വല്ല വിളിച്ചതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചും വിളിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഇതുപോലെ പാർട്സ് ഒക്കെ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് കണ്ടു. ഞാൻ അതിന്റെ അച്ഛനുമായിട്ട് അങ്ങനെ സംസാരിച്ചിട്ടോ എടുത്തിട്ടോ ഒന്നും ഇല്ല. അത് മീൻസ് ഞാനാണ് അതൊന്നും വരുന്നതല്ല. ഞാൻ അവന്റെ അച്ഛനുമായിട്ട് അങ്ങനെ സംസാരിച്ചിട്ടോ എടുത്തിട്ടൊന്നുമില്ല. വീഡിയോ കോൾ വിളിച്ച് 1-2 തവണയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് അതിന് മുന്നേ, അതുകൊണ്ട് സംസാരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. നന്നായിട്ട് കമ്പനിയാ. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കരച്ചില്ല. അപ്പത്തേന് അകത്ത് കാണിക്കാന്നുള്ള രീതിയിൽ അപ്പത്തേന് പാസ് ഇല്ല, 2-3 പാസ്. അപ്പൊ ഓൾറെഡി അതിന്റെ അകത്ത് ഇവന്റെ ഫാമിലി മെമ്പേഴ്സും കുറെ പേരൊക്കെ ഉണ്ട്. അപ്പം ഇല്ല, പാസ് ഇല്ല. ഞാൻ കരയുന്ന എന്റെ ഇതും കണ്ടിട്ട് അവിടുത്തെ സെക്യൂരിറ്റി, ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, അവിടുത്തെ സെക്യൂരിറ്റിക്കാര് എന്നോട് മോള് അതിനെ കയറ്റി വിടാൻ പറഞ്ഞു. എന്നെ കയറ്റി. ഞാനപ്പം എന്നോട് എവിടാന്ന് പോലും പറഞ്ഞില്ല. ഞാനിങ്ങനെ മറ്റേ കാഷ്വാലിറ്റിയിൽ ഞാനിങ്ങനെ ചെന്നിട്ട് ഞാൻ നോക്കിയപ്പോ പരിചയമുള്ളൊരു കാലാണ്. അങ്ങോട്ട് നോക്കി ചെന്നപ്പോ ഫസ്റ്റ് അറിയാം കരയരുത് എന്നറിയാം, പക്ഷെ ഞാൻ കരഞ്ഞോണ്ടാ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇതുപോലെ ഒരു പച്ച ഇങ്ങനെ ഒരു ടവലിട്ട് ഇങ്ങനെ മറ്റേ മകളിയൊക്കെ കെട്ടിക്കിടക്കണവരെ ഇങ്ങനെ കെട്ടി വെച്ചേക്കാം. അപ്പൊ ഞാൻ ചെന്നപ്പോഴേ കുഞ്ഞാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്തുവാടാ ഇതെന്ന് ചോദിച്ചിട്ട് കാര്യം. അപ്പൊ അച്ഛൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, പുള്ളിക്കാരൻ വന്നിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഞാൻ കരച്ചെടുത്തപ്പോ ഇവൻ കണ്ണ് വന്നിട്ട് പറഞ്ഞു, എടാ നീ കരയണ്ട, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല, ഞാൻ ഓക്കെയാ, നീ എന്തിനാ കരയുന്നത്, നീ എങ്ങനെ വന്നു എന്ന് എന്നോട് ഫസ്റ്റ് ചോദിക്കുന്നത്. അവനോട് ഞാൻ പറഞ്ഞു അച്ഛൻ കൊണ്ടുവന്നു. പിന്നെ അച്ഛൻ കൊണ്ടുവന്നു, കുഴപ്പമൊന്നും ഇല്ല, എല്ലാം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി നേരം നിർത്താൻ സമ്മതിക്കത്തില്ലല്ലോ. അപ്പൊ ഒരു ഡോക്ടർ വന്നിട്ട് എന്നോട് ചോദിച്ചു എന്തോ സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു നീ സംസാരിക്കണ്ട, നീ പുറത്തു വെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും തിരിച്ചിറങ്ങിയപ്പോഴത്തേന് എനിക്ക് പിന്നെയും പറ്റുന്നില്ല. നിന്റെ ഫ്രണ്ട് കയറി കാണും, അപ്പൊ അവനോട് പറഞ്ഞിട്ട് അവളെ കാണാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനോട് പറഞ്ഞു എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോ ഇതിലെ കൂടെ ഒക്കെ ട്യൂബ് ഇട്ട് ചോരയാ. എനിക്ക് മുഖം നോക്കാനേ പറ്റുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഇറങ്ങി വന്ന് ഇതേപോലെ ഞാൻ പറഞ്ഞു അതിന് വിശക്കുന്നു. അപ്പൊ ഫുഡൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മൾ അവിടെ തന്നെ നിക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോ തന്നെ പറയുന്നുണ്ട് ICU കയറ്റണം എന്ന്. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴാണ് ICU കയറ്റത്. ആ സമയത്ത് തന്നെ എന്റെ അപ്പൂപ്പൻ ഇതുപോലെ അറ്റാക്ക് ആണോ എന്തോ വന്നത്, എന്തോ വന്നു, എനിക്ക് ഓർമ്മയില്ല സത്യത്തിൽ, എന്തോ വന്നിട്ട് ഹോസ്പിറ്റലിലായി. അപ്പൊ അതൊരു കാരണമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ സമയത്ത് ഇവൻ ICU ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലുണ്ട്, അതേ ഹോസ്പിറ്റലുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് ICU കയറി കാണാനും എടുക്കാനും ഒന്നാമത് എന്നെ കേറ്റത്തില്ല. ഞാൻ എങ്ങാനും കയറി ഇവന് കരയാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ, അപ്പൊ അതുകൊണ്ട് എന്നെ കേറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മിനിറ്റിന് എന്താണെന്നറിയാം
അതിന്റെ ഇടയ്ക്ക് തലകറങ്ങി വീഴുന്നു. ആ ഒരു സംഭവം എന്നെ കണ്ടിട്ട് എന്റെ വീട്ടുകാർക്ക് വേണ്ടി ആ ഒരു രീതിയായി കണ്ടിന്യൂസ് ആയിട്ട് കാര്യം നമുക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് അപ്പോഴും പറയുന്നുണ്ട്, എടാ എനിക്ക് കാലിന്റെ അവിടെ നിന്നൊന്നും അറിയുന്നില്ല, എന്തോ പറ്റിയാമെന്നൊന്നുമില്ലോ, ഞാൻ ആക്സിഡന്റ് ഇങ്ങനെ ഇടിച്ചതല്ലേ, അതിൻ്റെതായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ മാറും. ഇതുപോലെ ICU കയറിയ സമയത്ത് എന്നോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്പൈനലിന് എന്തോ പ്രശ്നമാണ് എന്ന് പറയുന്നുണ്ട്. എന്താണെന്നൊന്നും അറിയത്തില്ല. ഇതുപോലെ ICUവിൽ ഇതുപോലെ ഫുഡൊക്കെ കുറച്ചല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഞാനും കഴിച്ചിട്ടില്ല, പുറത്ത് ഞാനും കഴിപ്പില്ല, ഭയങ്കര ഇതായി. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം ആയപ്പോ എന്റെ വീട്ടിൽ അതിനെക്കാട്ടും പ്രശ്നം. ഞാൻ കരയുന്നതിന്റെ കൂട്ടത്തിൽ അച്ഛൻ കരയുന്നു, അമ്മ കരയുന്നു, അച്ഛനും കയറി കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം എനിക്ക് സത്യം പറഞ്ഞ ഇതൊന്നും ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ആ 4 ദിവസം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്തോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ICUലൊന്നും ഞാൻ പറഞ്ഞതുപോലെ കരയാൻ അവനെ വിഷമിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നെ ആ ഒരു സമയത്ത് അങ്ങോട്ട് വിടത്തില്ലായിരുന്നു, കൊണ്ടുപോകത്തില്ലായിരുന്നു, കേറ്റത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവന്റെ ഫ്രണ്ട്സ് ഒക്കെ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്കൊരു സ്പെഷ്യൽ കോഡൊക്കെ ഉണ്ട് ആ സമയത്ത്, അതിങ്ങനെ പറയാം. അതിനോട് പറഞ്ഞ എന്തെങ്കിലും മനസ്സിലാകുമല്ലോ, ആ ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞു വിടുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ICUന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം ഇവൻ പറഞ്ഞു എന്നെ കാണണം എന്ന് പറഞ്ഞു. അപ്പം അപ്പം അപ്പൂപ്പനെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. അപ്പൊ നമ്മള് നേരെ പിന്നെ വീട്ടിൽ നിന്ന് കോട്ടയത്തോട്ട് അച്ഛൻ തന്നെ കൊണ്ടുപോയി. ഇതിന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വിളിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അപ്പൊ തന്നെ വാർഡിൽ ഇറക്കിയപ്പോഴേ പോയി. അവിടെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇവനെ നേരിട്ടാണ് ചിരിച്ചോണ്ട് എനിക്ക് തല ഇറങ്ങിയിട്ട് ഇവന്റെ മുന്നേ വീടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അച്ഛൻ എന്നെ പിടിച്ച് ആ ബാത്റൂമിന്റെ അവിടെ ചെന്ന് കുറച്ചു നേരം ഇരുത്തി, അത് കഴിഞ്ഞിട്ട് ഛർദ്ദിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് റൗണ്ട് എടുത്തിട്ട് തിരിച്ച് ഇവന്റെ അടുത്ത് വന്ന് കുറെ നേരം നിന്ന് അച്ഛനോട് സംസാരിച്ച് അതെല്ലാം കഴിഞ്ഞ് ആ സമയത്ത് ഫുൾ ബെഡ് റെസ്റ്റ്, ആ ഒരു രീതിയിൽ അനങ്ങാൻ പറ്റത്തില്ല, തിരിയാൻ പറ്റത്തില്ല. അവന് എവിടെ പിടിച്ചാലും അവന് വേദന, നമുക്കൊന്നും കാണാൻ പോലും പറ്റത്തില്ല. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ICUന്ന് ഇറങ്ങി അതെല്ലാം കഴിഞ്ഞ് സർജറി കഴിഞ്ഞ സമയത്ത് ഇതേപോലെ അമ്പലത്തിലായിരുന്നു അന്ന്, മറ്റേ വർഷത്തിൽ ഒരു ദിവസമോ 12 ദിവസം അങ്ങനെ തുറക്കുന്ന ഒരു അമ്പലം ഉണ്ടല്ലോ, തിരുവൈരണിക്കുളം. അവിടെ ഇതുപോലെ ഇവൻ കേറുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സർജറിക്ക് കയറ്റുക. അപ്പൊ ഞാൻ കുഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഞാൻ എന്തായാലും കാണുമെന്ന് പറഞ്ഞിട്ട് അവൻ കേറുന്ന സമയത്ത് ഞാൻ അമ്പലത്തിൽ കയറുക. അങ്ങനെ അമ്പലത്തിൽ കയറി തിരിച്ചിറങ്ങിയ സമയത്ത് ഇതുപോലെ സർജറിക്ക് കയറ്റിയെന്ന് പറഞ്ഞു. ഇറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഇറങ്ങിയപ്പോ ഞങ്ങള് കറക്റ്റ് കോട്ടയത്തായപ്പോഴും ഇവനെ ഇറക്കി നേരെ ICUലോട്ട് കയറ്റിയത്. അപ്പൊ നമ്മളെ കേട്ടത്തില്ലല്ലോ. പിറ്റേ ദിവസം സിനിമ കാണുമ്പോഴത്തേനും പിറ്റേ ദിവസം ICU ഇങ്ങനെ മറ്റേ കഴിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ എന്നെ വിളിച്ച് ഞാനാ കൊണ്ട് കൊടുത്തത്. അപ്പൊ രാവിലെ കയറ്റിയപ്പോഴേ ഇവൻ കരച്ചിലായിട്ട് എനിക്ക് കരയാൻ പറ്റത്തില്ല. ഇവനെ മുന്നിൽ ഞാൻ ഇങ്ങനെ നിൽക്കുക, കണ്ണിട്ട് താഴെ വീഴരുത്, ഒന്ന് കുഞ്ഞെ കരയരുത്, വേദന മാറും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇടിയപ്പായിരുന്നു, ഇടിയപ്പം ഏതോ സാമ്പാറോ ചമ്മന്തി, എനിക്ക് ചമ്മന്തി, ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത എന്റെ അച്ഛന്റെ കൂട്ടുകാരനെ വിളിച്ചത്. ഞാൻ എന്നിട്ട് അവനെ കുഞ്ഞ് കഴിക്കും എന്നുള്ള രീതിയിൽ വന്ന് കുറെ നേരം ഞാൻ അവിടെ നിന്നു. ആ സമയം എത്ര വെളുപ്പിനെ കണ്ടല്ലേ, വെളുപ്പിനെയാ. അപ്പൊ അതേ കിട്ടത്തുള്ളൂ, വേറെ ഒന്നും കടയൊന്നും ആ സമയത്ത് ഫുഡൊക്കെ ഇടിയപ്പോ തന്നെ തലേ ദിവസമല്ലായിരിക്കും. എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാനത് കൊടുത്ത് അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞാൻ ഇതിന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഞാൻ ഭയങ്കര കരച്ചിട്ട് എനിക്ക് പറ്റത്തില്ല, അവന്റെ കരച്ചിൽ അതേ പോ ഭയങ്കര കരച്ചില്ല, നല്ല വേദന സർജറി കഴിഞ്ഞു. സംസാരിച്ചില്ലെന്ന് തോന്നല്ലേ? ഇല്ല, സംസാരിച്ചു. നീ എന്നോട് ഒന്ന് പോവല്ലേടാ, നീ ഇച്ചിരി കൂടെ നിക്ക് ഞാൻ മരുന്നെടുത്ത് രണ്ടാമത് ഒന്നുകൂടെ റൗണ്ട് അടിച്ചാൽ പിന്നെ കറങ്ങി വന്നിട്ട് കുഞ്ഞെ കരയല്ലേ, കുഞ്ഞെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പോയി. പിന്നെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഒരാഴ്ച എങ്ങാണ്ട് അവിടെ കോട്ടയത്ത് കിടന്നിട്ടുള്ളൂ. സർജറി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എനിക്ക് ബാക്കിൽ വേദനയായുണ്ട്. അപ്പോ എനിക്കാണ് എല്ലാരെയും കാണണം. ഇവളെ കേറ്റത്തില്ല, എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എല്ലാരെയും കാണണം, അച്ഛനെ കാണണം, അമ്മയെ കാണണം, ഇവളെ കാണണം, എല്ലാരെയും കാണണം എന്നുള്ളൊരു ഇത്. അപ്പം പെട്ടെന്ന് ഞാൻ വാടിയെന്ന് പെട്ടെന്ന് ICUലോട്ട് പിന്നെ ആയപ്പോഴത്തേന് എനിക്ക് ഭയങ്കര എന്തോ ഇത്. അപ്പൊ ഞാനാണെങ്കിൽ വേദന സഹിക്കാൻ വയ്യ. ഞാൻ എന്നിട്ട് ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ ഐ എം കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ് ഡോക്ടർ, എനിക്ക് ഇപ്പൊ വേദന ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നും ഇല്ല, എന്നെ വാനിലോട്ട് മാറ്റിക്കോ ഡോക്ടർ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ എനിക്ക് വേദന കൊണ്ട് വയ്യ എനിക്ക്, എന്നാലും എനിക്ക് എല്ലാരെയും കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഓക്കെ എന്നാ പിന്നെ വാർഡിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞു. വാർഡിലോട്ട് മാറ്റി കഴിഞ്ഞപ്പോ
ICUയിൽ എന്തുമായിരുന്നു അതിന്റെ 3 ഇരട്ടി വേദനയായിരുന്നു ആ വാടി വന്ന് അവിടെ കിടന്നപ്പോ. ICU എന്ന് വെച്ചാൽ അത്യാവശ്യം ന്യൂറോ ICU, അപ്പൊ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടൊക്കെ, ആ കംഫർട്ടിൽ എനിക്ക് അത്രയും വേദനയായിരുന്നു. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഒട്ടും സഹിക്കാൻ ഒട്ടും പറ്റാത്ത അവസ്ഥയായിപ്പോയി, ഒട്ടും ഭയങ്കര വേദനയായിപ്പോയി. പക്ഷെ എന്നിട്ട് ഞാൻ പറഞ്ഞതില്ല വേദന. ഡോക്ടേഴ്സിന്റെ ഒക്കെ ഓക്കെ. ഇതിനെല്ലാം മുന്നേ ഞാൻ ഈ ന്യൂറോ വാർഡ് കൊണ്ടുവന്നിട്ട് ഈ MRI ഇങ്ങനെ ന്യൂറോ സർജൻസ് ഒക്കെ ഇങ്ങനെ നോക്കും. ന്യൂറോ സർജൻസ് ഒക്കെ നോക്കിയിട്ട് അവരെന്റെ മുന്നിൽ വെച്ച് തന്നെ പറയുന്നത് ഇത് സർജറി ചെയ്യാവുന്നേ ഉള്ളൂ, പക്ഷെ റിക്കവറി ചാൻസ് ഒന്നും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. റിക്കവറി ചാൻസ് ഒന്നും ഇല്ലാന്ന് തന്നെ അവര് പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്റെ മുന്നിൽ വെച്ചാ അവര് പറഞ്ഞത്. അപ്പൊ ഞാനത് കേട്ടിട്ട് ഭഗവാനെ ലൈഫ് ഫുള്ള് പോയല്ലോ എന്നുള്ളൊരവസ്ഥയായി പോയി. അങ്ങനെ അതിനെന്തെങ്കിലും ഉണ്ടായാലും എനിക്ക് മെസ്സേജ് അയക്കും, എടാ നീ പൊക്കോ, കുഴപ്പമില്ല. ഞാനവിടെ ഇവൻ എങ്ങനെയാലും ഒന്ന് ഇറങ്ങാനായിട്ട് നോക്കി. നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് എനിക്ക് മുന്നിലത്തെ കാര്യമൊന്നും അറിയത്തില്ല. എനിക്ക് ഒന്നാമത് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ, ഞാൻ പറഞ്ഞു ഞങ്ങൾ ഭയങ്കര ഡിപ്പെൻഡ് ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഇങ്ങനെ കണ്ട് നിന്ന് അടുത്ത് നിന്ന് അല്ലെങ്കിൽ സംസാരിച്ച് നമുക്ക് ആ ഒരു രീതിയിൽ പറ്റത്തില്ല ഒരിക്കലും. എങ്ങനെയും ഇറങ്ങാൻ ഞാൻ എന്നിട്ടിരുന്ന് ഞാൻ കരച്ചില്, അവൻ കരച്ചില്, മൊത്തത്തിൽ കരച്ചില് ഫുള്ള്. നമുക്ക് അതുകൊണ്ടാണ് എനിക്ക് പൊതുവെ ഞാൻ ആക്സിഡന്റ് കാര്യം അങ്ങനെ സ്റ്റേജിൽ പോലും അതുകൊണ്ടാണ് ആക്സിഡന്റിനെ പറ്റി കൂടുതലൊന്നും പറയാൻ നമുക്ക് അതൊട്ടും പറ്റത്തില്ല. എന്നിട്ട് പിന്നെ ആക്സിഡന്റ് കഴിഞ്ഞു, സർജറി കഴിഞ്ഞു, കോട്ടയം കഴിഞ്ഞു നമ്മൾ നേരെ. അല്ല അതൊക്കെ കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയി. അപ്പോഴും എന്റെ കൈ എന്നാലും പ്രശ്നം ഉണ്ടായിരുന്നു. കൈക്ക് ഒരു 6 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ആ കൈയുടെ പെയിൻ കുറെയെങ്കിലും. ഇപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് പെയിൻ ഉണ്ട്, എന്താണെന്ന് അറിയത്തില്ല, പെയിൻ ഉണ്ട്. പക്ഷെ എനിക്ക് കംപ്ലീറ്റ്ലി ഓക്കെയാ, എല്ലാം ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ എന്തെങ്കിലും ഇങ്ങനെ അമക്കുകയെല്ലാം ചെയ്ത ചെറിയൊരു പെയിൻ, അങ്ങനെ ഒരു പെയിൻ ഉണ്ട്. അത് പെയ്യ മാറുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പോഴും ഞാൻ മറ്റേ ഈ കഫൊക്കെ ഇട്ടായിരുന്നു കിടക്കുമായിരുന്നു, കഫൊക്കെ ഇട്ടാ കിടക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ് കിടപ്പായിരുന്നു. അതിന്റെ ഇടയ്ക്ക് തന്നെ ബാക്കിൽ ഒരു ബെഡ് സോർ വന്നിട്ടുണ്ട്, കംപ്ലീറ്റ് ബാക്കിൽ ബെഡ് സോറ്, കാലിന്റെ ഉപ്പൂറ്റിയുടെ അടിയിൽ ബെഡ് സോറ്, ഫുള്ളും അങ്ങനെ അവിടെ എല്ലാം മുറിവുകളായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ അമ്മ വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ അമ്മ വീട്ടിലായിരുന്നു. അമ്മ ആക്സിഡന്റ് പറ്റിയിട്ട് അമ്മ വീട്ടിലായിരുന്നു. നേരത്തെ അവിടെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കാലം. അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് പെട്ടെന്ന് എല്ലാം ചെയ്തു. അവൻ ഇറങ്ങി കഴിഞ്ഞ സമയത്താണ് അമ്മ നടക്കാൻ തുടങ്ങിയത്. അതുവരെ നടക്കത്തില്ല, അമ്മയും കിടപ്പ് തന്നെയായിരുന്നു, ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഞാൻ അപ്പൊ അമ്മ ഓൾറെഡി അമ്മ വീട്ടിലപ്പോ നമ്മൾ അമ്മയെ ചെന്ന് കാണുമ്പോഴും ഇവന്റെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് പറയത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു വേറെ ആരോ പറഞ്ഞതാണ്, നമ്മള് പറയത്തില്ലായിരുന്നു. ആക്ച്വലി എനിക്ക് ഞങ്ങള് റെന്റിനാ താമസിക്കുന്നത്. അപ്പൊ റെന്റിന് താമസിക്കുമ്പോ താഴെ അടുക്കള മാത്രം, മേളി 2 റൂം അങ്ങനെ. അപ്പൊ അവിടെ കൊണ്ടുപോയാ മേളി കേറ്റാൻ എങ്ങനെ അവിടെ താമസിക്കാനപ്പോ പറ്റത്തില്ല. അപ്പൊ അമ്മ വീട്ടിൽ കൊണ്ടുപോയപ്പോ പിന്നെ അവിടെ മാമന്മാരൊക്കെ ഉണ്ടായിരുന്നു, മാമന്മാരെല്ലാരും, പിന്നെ എൻ്റെ അനിയന്മാര്, പിന്നെ ഇവള് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു, അച്ഛനുണ്ടായിരുന്നു അവിടെ, അമ്മയും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പി ആയിരുന്നു അവിടെ, എല്ലാം കൊണ്ടും ഓക്കെ. എന്നുവെച്ചാൽ നമ്മള് ആക്സിഡന്റിന്റെ ആ ഒരു വിഷമമൊക്കെ മറന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് ഓക്കെ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. അവൻ അവിടെ നിൽക്കുന്ന ശരിക്കും ഇഷ്ടമല്ല, അവന് നേരെ ഇവിടെ അടുത്തുള്ള വീട്ടിൽ വരണമെന്നായിരുന്നു ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് ഇവിടെ വരണമെന്നായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കൊണ്ടുപോയതാണ് നമ്മളോട് ആ സമയത്ത് തന്നെ ഒരു പുള്ളി ഇതുപോലെ വന്നിട്ട്, നമ്മളെ അറിയാവുന്ന ഒരു പുള്ളി ഇതുപോലെ വന്നിട്ട് പറഞ്ഞു, ഇതേപോലെ ഇതിന് കുഴപ്പമൊന്നുമില്ല, ഇതിന് 3 മാസത്തിനുള്ളിൽ നമുക്ക് നടക്കാൻ പറ്റും. അത് അവൻ എങ്ങനെയാണോ നടന്നുകൊണ്ടിരുന്നത്, അവൻ ഓടിച്ചാടി നടക്കാൻ പറ്റും. നമുക്ക് സത്യം പറഞ്ഞ ആ സമയത്ത് സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്തുവാണ്, ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഒന്നും പ്രത്യേകിച്ച് അറിയത്തില്ല. ഞാൻ ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറിയുടെ ഒക്കെ സർജറി കണ്ടിട്ടുണ്ടെ പോലും ഇത് പറ്റിക്കഴിഞ്ഞാൽ റിക്കവറി ചാൻസ് എന്ന് പറഞ്ഞാൽ 6 മാസം കൊണ്ട് 1 വർഷം കൊണ്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ 3 മാസം കൊണ്ട് നീ എങ്ങനെ നടന്നു, അതൊക്കെ ചെയ്യാം.
3 മാസം കൊണ്ട് നീ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മളോട് പൊതുവെ അങ്ങനെ ആരും പറഞ്ഞപ്പോ നമ്മൾ പെട്ടെന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കേട്ടപ്പോ 3 മാസം കൊണ്ട് എനിക്ക് എങ്ങനെയെല്ലാം നടന്നാ മതി, അങ്ങനെ പണ്ടാരോടുങ്ങാനായിട്ട് പോയതാ. പക്ഷെ അവിടെ പോയിട്ട് ഒരു ഉപയോഗം ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്റെ മുറിവുകളൊക്കെ ഒന്ന് അതും പ്രോപ്പർ ട്രീറ്റ്മെന്റ്. അത് ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും അവര് മുറിവുകളൊക്കെ ഉണക്കി തന്നെ. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ 3 കാര്യങ്ങളും പറഞ്ഞാണ്. ഫസ്റ്റ് ദിവസം തന്നെ ഫുഡില്ല. ഫസ്റ്റ് ദിവസം തന്നെ ഫുഡില്ല. ഒരു ദിവസമില്ല, ഫസ്റ്റ് ദിവസം തൊട്ട് ഫുഡില്ല. ഒരു ദിവസം ഫുഡില്ല. നമ്മള് വീട്ടിൽ നിന്ന് അതിന്റെ അപ്പച്ചിയുടെ അടുത്ത് നിന്നാണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ നിന്നാണെങ്കിലും അമ്മ ഇവിടെ വന്നിട്ട് അമ്മ ഉണ്ടാക്കിയിട്ടാണ് ഓരോ ദിവസം നമ്മള് ഫുഡ് മേടിച്ചു കൊടുത്തോ അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിച്ചിട്ടായിരുന്നു ഫുഡ് കൊടുത്തോണ്ടിരുന്നത്. അതുപോലെ ട്രീറ്റ്മെന്റ് ഇല്ല. ഒരു പൊടി ആ പൊടിക്ക് എത്ര രൂപ വരുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. സത്യം പറഞ്ഞ എന്റെ അടുക്കെ 2 മാസത്തിനുള്ള ഒരു സ്റ്റെം സെൽ എന്ന് പറഞ്ഞ ഒരു പൊടി എന്ന് പറഞ്ഞു. ആ പൊടിക്ക് 69,000 രൂപ എന്നാ പറഞ്ഞത്. 69,000 രൂപ എന്ന് എന്തൊക്കെ പറഞ്ഞ. ആക്ച്വലി ഞാൻ ആ സംഭവം വന്നിട്ട് അതിന്റെ ഒരു പാക്കറ്റ് ഞാൻ കണ്ടിട്ട് ഞാൻ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിന്റെ 2 മാസത്തെ അതിന്റെ ഒരു സാഷേ പാക്കറ്റ് പോലെ അതിന്റെ 2 മാസത്തെ പാക്കറ്റിന് വെറും 16,000 രൂപയാ ആ സാധനം. എന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 2-2.5 ലക്ഷം രൂപയോളം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഫുഡില്ല ട്രീറ്റ്മെന്റ് എന്റെ അടുക്ക് പറഞ്ഞ പഞ്ചകർമ്മയുണ്ട്, മറ്റേതുണ്ട്, മറിച്ചുണ്ട്, പിന്നെ സ്റ്റെം സെൽ തെറാപ്പി എന്ന് വെച്ചാൽ എന്നെ നടത്തും എന്നുള്ളൊരു കോൺഫിഡൻസോടെ. അവര് എന്ത് കോൺഫിഡൻസോടെ പറയുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ ആ കിടപ്പ് തന്നെ കിടക്കുക. ഈ കിടപ്പിൽ നിന്നൊരു മാറ്റമില്ല. ഞാൻ ആ കിടപ്പ് ജസ്റ്റ് എന്നെ മറ്റേ ഒന്ന് പൊക്കി എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുത്തുന്ന പോലെ ആ ബെഡ് ആക്കും, പിന്നെ അതുപോലെ കിടത്തും. ഇതല്ലാണ്ട് ഒന്നുമില്ലായിരുന്നു. അവരൊന്നും ചെയ്യാതിരുന്നിട്ട് നമ്മൾ തന്നെ വീട്ടുകാർ വന്നിട്ട് ഇരിക്കാൻ നോക്കുന്നു, കിടത്താൻ നോക്കുന്നു, നിൽക്കാൻ നോക്കുന്നു. എന്നെ നിർത്തിയിട്ടുള്ളതും എന്നെ നിർത്താൻ നോക്കിയിട്ടുള്ളതും എന്നെ ശരിക്ക് ഒരു മനുഷ്യൻ ഇരിക്കുന്ന പോലെ ഇരുത്തിയിട്ടുള്ളതൊക്കെ എന്റെ വീട്ടുകാർ തന്നെ. ആ ഹോസ്പിറ്റലിൽ വെച്ച് അപ്പോഴും അവരൊന്നും ചെയ്തില്ല. ഫസ്റ്റ് എന്നെ വീൽ ചെയർ പൊക്കിയിരുത്തുക, എന്നാൽ പോലും വീൽ ചെയറിൽ ഇരുത്തിയത് പോലും എന്റെ വീട്ടുകാരാ, അല്ലാണ്ട് ഹോസ്പിറ്റലുകാരല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടും അപ്പോഴും അവർക്ക് കോൺഫിഡൻസാ സുഖമായിട്ട് നടത്താം. ഇത് നടത്താവുന്ന കാര്യമുള്ളൂ, ഇതൊന്നും പ്രശ്നമല്ല. കാശിനൊന്നും അവർക്ക് ഇതല്ല. കാശ് വേണം, ആ പാക്കറ്റ് വാങ്ങിക്കണം. അത് 3 മാസത്തെ ട്രീറ്റ്മെന്റ്. 3 മാസം അത് കഴിച്ചേ പറ്റത്തുള്ളൂ. 3 മാസം കഴിഞ്ഞിട്ട് അത് കണ്ടിന്യൂ ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ്. ആദ്യത്തെ മാസം വരെ ഒന്നുമില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ 2 വീട്ടുകാർക്ക് അത്ര ഫിനാൻഷ്യലുള്ള കൂട്ടത്തിലൊന്നുമല്ല. നമ്മൾ ആ സമയത്ത് ദൈവം സഹായിച്ച് ആ ട്രീറ്റ്മെന്റിനുള്ള പൈസ വെച്ചിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നേരത്തെ ഇത്രയെങ്കിലും ഒക്കെ ആയി കിട്ടിയേനെ. അവരാ 3 മാസം കംപ്ലീറ്റ്ലി ഒന്നും ചെയ്തിട്ടില്ല. നമ്മളവിടെ ചെന്നിട്ടില്ല. നമ്മളൊരു പ്രതീക്ഷ കൊണ്ട് നമുക്ക് അല്ലേ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് ഫിസിയോതെറാപ്പി ഉണ്ടെന്ന് പറഞ്ഞു. ഫിസിയോതെറാപ്പിസ്റ്റ് ഞാൻ പറഞ്ഞല്ല, എനിക്ക് ഫിസിയോതെറാപ്പി കിട്ടിയത് ആകെ 3-4 ദിവസമാണ്. ഈ 3 മാസത്തിനിടയ്ക്ക് എനിക്ക് 3-4 ദിവസം എനിക്ക് ഫിസിയോതെറാപ്പി കിട്ടിയത്. പിന്നെ എനിക്ക് ഫിസിയോതെറാപ്പി നമുക്ക് സാധനം കിട്ടിയിട്ടില്ല. അവിടെ ഫിസിയോതെറാപ്പിസ്റ്റും ഇല്ല. അവിടെ ഫിസിയോതെറാപ്പി, പഞ്ചകർമ്മ അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മളെ കൊണ്ടുവന്നത്. ഈ സ്റ്റെം സെൽ തെറാപ്പി, ഈ പൊടി രാവിലെ വായിക്കാത്തി കൊണ്ടിടുന്നതും, അതുപോലെ ഈ ഒന്നും അറിയാത്ത കുറച്ച് ആൾക്കാര്. ഡോക്ടർ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. എനിക്കറിയില്ല ഡോക്ടറാണെന്ന്. ഞാൻ എനിക്ക് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. കുമ്പനാടുള്ള ഒരു കുമ്പനാട് വെൽകെയർ ഹോളിസ്റ്റിക്സ് എന്തോ അങ്ങനെ പേര്. അവര് ഫസ്റ്റ് പല തട്ടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല. പുതിയ ആയുർവേദ നഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞോണ്ട് എനിക്കറിയത്തില്ല. പക്ഷെ
ഇപ്പൊ ഇതിനെ പറയാനുള്ളത് എന്നെ നല്ല രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് അവര്. അല്ല ഇപ്പൊ നമ്മുടെ ഒരു ഇതാണ് പറഞ്ഞത്. ഇപ്പൊ ഇതുപോലെ എത്ര പേര് പറ്റിക്കപ്പെടുന്നുണ്ടായിരിക്കും നമുക്ക് അറിയത്തില്ല. നമ്മളിപ്പം ഈ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ മെസ്സേജ് അയക്കുന്ന ഈ സ്പൈനൽ കോഡ് ഇഞ്ചറി പറ്റിയിട്ടുള്ള കുറെ പേര് മെസ്സേജ് അയക്കുന്നവരോട് ഞാനും ഇവനും കാണുമ്പോഴൊക്കെ നമ്മള് പറയുന്നുണ്ട്, നിങ്ങള് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉള്ളിടത്ത് പോകും. അല്ലാണ്ട് ഈ ഒരു ദിവസം കൊണ്ട് മാറും, 2 ദിവസം കൊണ്ട് മാറും, 3 ദിവസം കൊണ്ട്, ഇത് അത്ഭുത പ്രവൃത്തി അങ്ങനെയുള്ള സംഭവം. ചിലപ്പം ദൈവം കാണാം, പക്ഷെ എനിക്കറിയത്തില്ല. ഇതിനൊക്കെ ഇത് സ്പൈനൽ കോഡ് ഇഞ്ചുറിക്ക് ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഇതുവരെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. നമുക്ക് ഫിസിയോതെറാപ്പിയാണ് മെയിൻ. ഫിസിയോതെറാപ്പിയാണ് മെയിൻ. നമുക്ക് ആ ഒരു 3 ദിവസം നമുക്ക് ഇതിനെപ്പറ്റി അവിടെ കൊണ്ടുപോയി നമുക്ക് കാര്യങ്ങള് ഓരോന്നോരോന്ന് ഞാൻ തന്നെ യൂട്യൂബിനകത്ത് നോക്കിയിട്ട് ഓരോന്ന് സെർച്ച് ചെയ്ത് അവിടെ നോക്കി ഇവിടെ നോക്കി ഇവര് പറയുന്നൊക്കെ സത്യമാണോ നോക്കി, അങ്ങനെ ഒരു സംഭവം ഇല്ല, കാര്യങ്ങളില്ല. അതൊക്കെ നമ്മൾ ഓരോന്ന് പഠിച്ച് വന്നതും മനസ്സിലാക്കിയതൊക്കെ അവിടെ ചെന്നിട്ടാ. അതെ, നമ്മൾ ശരിക്കും പറ്റിക്കപ്പെട്ടതാണ്. നമ്മുടെ പൈസയും പോയി, നമ്മുടെ പൈസയെക്കാട്ടിന് നമ്മുടെ അത്രയും വിലപ്പെട്ട സമയമാണ്, നമ്മുടെ ആ പ്രതീക്ഷയാണ്. കാര്യം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനൊരു സിറ്റുവേഷൻ മനസ്സിൽ പോയിട്ട് അങ്ങനെ ഒരു സാധനം കണ്ടിട്ടുള്ളവരല്ല. നമുക്ക് ഇല്ല, ഞാൻ അപ്പോഴും ഓക്കെ ആയിട്ടിരിക്കുന്ന എന്റെ കൂടെ ഉള്ളതുകൊണ്ടാ. ആ ഒരു സമയം നമുക്കൊരു പ്രതീക്ഷ തന്നിട്ട് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നവരല്ല. ഞങ്ങള് ഇങ്ങനെ ആക്സിഡന്റ് പറ്റിയിട്ട് ഒന്നിച്ചേരുന്നല്ല, അതിന് മുന്നേ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളിത് കണ്ട ലൈഫേ ഇപ്പൊ മുന്നോട്ട് പോകുന്നു. ഡാൻസ് കളിക്കാന്ന് നിനക്ക് എന്നിട്ട് ഡാൻസ് കളിക്കാൻ പറ്റുമെന്നൊക്കെ എന്തൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു രീതിയിൽ മുന്നോട്ട് കണ്ടിട്ട് പെട്ടെന്ന് എല്ലാം പോയി. എനിക്കറിയത്തില്ല, ഈ വീഡിയോ ഇടുമ്പോ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും അല്ല, കുറച്ചെങ്കിലും പേര് അങ്ങനെയുള്ളവരുടെ അടുത്ത് ഇനി രക്ഷപ്പെട്ടത്. ഒരിക്കലും ഇനി വേറെ ആരും അവിടെ നമ്മളുള്ള സമയത്ത് തന്നെ അവിടെ 2-3 പേര് വന്നിട്ട്. അതെ, അവരുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്. എനിക്ക് അത് പറയുന്നതിൽ ഒരു കുറ്റമില്ല. അവര് അവിടെ വന്നിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് മര്യാദയ്ക്ക് കിട്ടുക, അവരെ എന്നെ പോലെ ഇങ്ങനെ കിടത്തിയിട്ട് അവര് രണ്ടും കൽപ്പിച്ച് പോവുക ചെയ്തത്. അപ്പോഴും എനിക്ക് എങ്ങനെയും നടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മളങ്ങ് നിന്നതാ. അവര് സത്യം പറഞ്ഞ രണ്ട് പേഷ്യൻസ് അപ്പോഴും എന്റെ 2-3 റൂമിലായിട്ട്. അപ്പൊ എന്തൊക്കെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോഴും അവര് പറഞ്ഞു പറ്റത്തില്ല, അവരെ ഒന്നും ചെയ്യുന്നില്ല, ഇവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല. അവര് എന്നിട്ട് പോവായിരുന്നു ചെയ്തത്. എനിക്ക് എന്റെ വായിക്കത്തിൽ പൊടിയെങ്കിലും ഇടുന്നുണ്ടെന്നുള്ള ഒരു, അത് തിന്നെങ്കിലും നടക്കും എന്നുള്ള ഒരു വിശ്വാസമൊക്കെ. സത്യം പറഞ്ഞ പൊട്ടനെ പോലെ മാത്രം നമ്മളെല്ലാരും ആ ഒരു രീതിയിൽ നമ്മള് ആ 3 മാസം സത്യം പറഞ്ഞ ഞങ്ങളുടെ അച്ഛൻ കുറച്ച് ഇതായിരുന്നു. ഞങ്ങളുടെ അച്ഛൻ ഭ്രാന്തനെ പോലെ ആയിരുന്നു ഞങ്ങളുടെ അച്ഛൻ. ആ 3 മാസം ഞങ്ങളുടെ അച്ഛൻ ഒത്തിരി അനുഭവിച്ചു. 3 മാസം ആക്സിഡന്റ് സമയത്ത് ഒത്തിരി അനുഭവിച്ചു. പുള്ളി ഓടാന്നൊക്കെ ഓടി, പുള്ളിക്ക് ടെൻഷൻ, പുള്ളി അതാണ് ഇതാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ അടി ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ പോലും അവിടെ നിന്ന് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് നേരെ നമ്മുടെ വീട്ടിലോട്ട് തന്നെ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് തന്നെ കൊണ്ടുവന്ന് അടുക്കളയുടെ അവിടെ തന്നെ ആയിരുന്നു. പണ്ടോട്ട് ഇവൻ കരയുമ്പോ കരച്ചിൽ എനിക്ക് കരുത്തില്ല, അങ്ങനെ ശീലിച്ചിട്ട് ഇവൻ കരഞ്ഞില്ല. ഇപ്പൊ കുറച്ച് നീ കരച്ചിൽ വന്നു, ഇപ്പൊ കേറിപ്പോയി. എന്നിട്ട് വീട്ടിൽ കിടത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടും കൽപ്പിച്ച് വെല്ലൂര് പോകാന്ന് വെച്ചു. ലൈഫിലെടുത്തൊരു നല്ലൊരു ഡിസിഷൻ അത്. ഞാൻ ഫസ്റ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ വെല്ലൂര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോവാൻ വേണ്ടി. അപ്പൊ അത്രയും ദൂരെ ആയിട്ടും അവിടെ ചെന്നാ നമുക്ക് എങ്ങനെയാന്ന് അറിയത്തില്ല. നമുക്ക് എന്നെ എങ്ങനെ കൊണ്ടുപോകണമെന്നോ. നമ്മള് അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഒന്നും ഇല്ല. നമ്മള് കയ്യിൽ 5 പൈസ ഇല്ല, ഒന്നുമില്ല. ആംബുലൻസ് കൊണ്ടുപോകാനാണെങ്കിൽ അവിടെ വരെ കൊണ്ടുപോകാൻ ചോദിച്ചപ്പോ 60,000 രൂപ, 65,000 രൂപ. ഇതൊക്കെ കേൾക്കുമ്പോഴേ എന്നുള്ളൊരു അവസ്ഥ, എന്തോ ചെയ്യും എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. അത് കഴിഞ്ഞ് എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വെല്ലൂര് കൊണ്ടുപോയിട്ടാണ് സത്യം പറഞ്ഞ എനിക്ക് മോഷൻ പോകുന്നത്. എനിക്ക് മര്യാദക്ക് എങ്ങനെ എനിക്ക് തന്നെത്താനെ മോഷൻ അങ്ങനെ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റിമുലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ സപ്പോസിറ്ററി മെഡിസിൻ വെച്ച മോഷൻ പോകുന്നത്.
യൂറിൻ അത്രയും നാൾ ഞാൻ ട്യൂബ് ഇട്ട് കിടക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് യൂറിൻ എടുക്കാൻ ഇത്ര ടൈമിൽ ഞാൻ ICC ICC എന്ന് പറഞ്ഞൊരു ഇത്, അത് കഴിഞ്ഞിട്ട് പിന്നെന്തുവാ, ഞാൻ ഭയങ്കരമായിട്ട് സെൽഫ് ഇൻഡിപെൻഡന്റ് ആയി. എനിക്ക് ബെഡിൽ നിന്ന് വീൽ ചെയറിലോട്ട് ഇറങ്ങാനാണേലും എന്റെ കാര്യങ്ങൾ അവര് കൈ കൂടുതൽ സ്ട്രോങ് ആക്കിയിട്ട് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കൈയുടെ സപ്പോർട്ട് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നെ എന്ന് വെച്ചാൽ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കിയാണ് എന്നെ. എനിക്ക് വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ചെയ്യും. എന്നെ കൊണ്ട് ഒരു ഭൂരിഭാഗം എല്ലാ കാര്യങ്ങളും എന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ അവരെങ്ങനെ ചെയ്യാം, എങ്ങനെ ചെയ്യിപ്പിക്കും. പിന്നെ ഇപ്പൊ കുറച്ച് മടിയാണ്, അല്ലാണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെയൊക്കെ. ആ വെല്ലൂര് പോയി കഴിഞ്ഞിട്ടാണ് ഞാന് ഇപ്പൊ കറണ്ട്ലി കാണുന്ന പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ഇതുപോലെ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചതല്ല. ഇതിനിടയ്ക്കൊക്കെ ഞാൻ അവിടുത്തെ ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ കാണിക്കാം. ഞാൻ വെല്ലൂര് പോയതിന്റെയും ആക്സിഡന്റ് പറ്റിയതിന്റെ ഒക്കെ. അങ്ങനെയൊക്കെയായിരുന്നു ആക്സിഡന്റ്. കഴിഞ്ഞൊരു വലിയ ജേർണി ആയിരുന്നല്ലേ. നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് പറയാൻ ഒട്ടും ഇഷ്ടമല്ല. കാരണം നമ്മൾ രണ്ടൊരു ഇമോഷൻ കൊറേ പേര് പറഞ്ഞു, നമ്മള് Q&A ചോദിച്ചപ്പോഴും കുറെ കൂടുതൽ ക്വസ്റ്റ്യൻ വന്ന ഒരു ക്വസ്റ്റ്യൻ ആക്സിഡന്റ് എങ്ങനെയാണ് അതിനെ പറഞ്ഞ ഞങ്ങള് കരയും. നമുക്ക് ഇമോഷണൽ കണ്ടന്റ് ഒട്ടും ഇഷ്ടമല്ല. ഇനി ഇതുപോലത്തെ കണ്ടന്റ് ഒന്നും വേണ്ട, കരഞ്ഞു പോകും. ഈ ചിരിയൊക്കെ സത്യം പറഞ്ഞ വെറുതെ. ലൈഫ് ഫുള്ള് മതി. ഓക്കെ, ഇതൊക്കെയാണ് ആക്സിഡന്റ് പറ്റിയത്, ഇങ്ങനെയൊക്കെയാണ് ആക്സിഡന്റിന്റെ സിറ്റുവേഷൻ. ഇനി ആരും ചോദിക്കരുത് ആക്സിഡന്റ് എങ്ങനെയാ പറ്റിയത്. അപ്പൊ ഓക്കെ, ബൈ, ടാറ്റാ.